ദൈവം എന്നെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ബിസിനസ് ആകട്ടെ, കൃഷിയാകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, കുടുംബജീവിതമാകട്ടെ. ശിഷ്യന്മാർ പറഞ്ഞു ഇതേ ഭയങ്കര കൊടുങ്കാറ്റ് പ്രശ്നമാണ്. അപ്പോൾ മുതൽ യേശു അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. നേരത്തെ നിയന്ത്രിച്ചതിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി. മനസ്സിലായോ? കാറ്റാണ് അവരെ നിയന്ത്രിച്ചത്, കാറ്റിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി. വലിയ തിരമാലയാണ് അവരെ നിയന്ത്രിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ മറിയാനൊക്കെ തുടങ്ങിയത്. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ യേശു നിയന്ത്രിക്കും. വരച്ച വരെ നിർത്തും. നിനക്കൊരു ഉപദ്രവവും വരുത്താതെ. അതായത് ശിഷ്യന്മാർ ചോദിച്ചത്, അയ്യോ കാറ്റും കടലും പോലും ഇവൻ പറഞ്ഞത് കേട്ട് മാറിപ്പോയല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? നിനക്കെതിരെ നിൽക്കുന്നതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ, വരച്ച വരെ നിർത്താൻ. നമ്മൾ പറയില്ലേ, വരച്ച വരെ കൊണ്ടുവരാൻ, വരച്ച വരെ നിർത്താൻ, നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചതിനെ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ നിനക്ക് പറ്റില്ലേലും ദൈവത്തിന് സാധ്യമാണ്.